നിങ്ങൾ ഒരു മുറിയിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ മാത്രമല്ല, നിങ്ങളുടെ സാന്നിധ്യം തന്നെ എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കുന്നത് എങ്ങനെയിരിക്കും? നിങ്ങൾക്ക് കൂടുതൽ മൂല്യമുള്ളവനായി, നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനം ലഭിക്കുന്നത് എങ്ങനെയിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇന്നത്തെ സമൂഹത്തിൽ പലരും തങ്ങൾക്ക് മതിയായ മൂല്യമില്ലെന്നും അവഗണിക്കപ്പെടുന്നുവെന്നും തോന്നുന്നു. പക്ഷേ ഇത് നിങ്ങളുടെ വിധിയല്ല. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു പുതിയ യാത്ര തുടങ്ങുകയാണ്. ചില വിലയേറിയ പാഠങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ആത്മവിശ്വാസവും സാന്നിധ്യവും ശക്തമാക്കാൻ പോകുന്ന യാത്രയാണ് ഇത്. ഇത് ശ്രദ്ധയ്ക്ക് വേണ്ടി അല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ശക്തിയും സ്ഥിരതയും വളർത്തിയെടുക്കാൻ വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ 10 പ്രധാന തന്ത്രങ്ങൾ പഠിക്കും. ഇവ മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നത് മാറ്റും. അതിലും പ്രധാനം, നിങ്ങൾ സ്വയം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നത് മാറ്റും. വീഡിയോ പൂർണ്ണമായി കാണുക. ഈ യാത്ര ക്ലേശകരമായിരിക്കാം, പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് സ്വയം തെളിയിക്കുക. സ്വയം പരിചരണം. സ്വയം സ്നേഹിക്കാൻ അറിയാത്തവർ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റില്ല. സ്വയം പരിചരിക്കുന്നത് സ്വാർത്ഥതയല്ല. നിങ്ങൾ സ്വയം നന്നായി പരിചരിക്കുമ്പോൾ മറ്റുള്ളവരെ നന്നായി സഹായിക്കാൻ കഴിയും. ഇത് ജീവിതത്തിന്റെ അടിസ്ഥാന തത്വമാണ്. ആദ്യം സ്വയം അറിയുക. നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ മുതൽ ആത്മാവിന്റെ ആഴമുള്ള ആഗ്രഹങ്ങൾ വരെ മനസ്സിലാക്കുക. ശാരീരിക പരിചരണം, ആരോഗ്യകരമായ ഭക്ഷണം, വ്യായാമം, മതിയായ ഉറക്കം. ശരീരം നന്നായിരുന്നാൽ നിങ്ങൾ ആകർഷകരായി തോന്നും. മാനസിക പരിചരണം, വായന, ധ്യാനം, ഇഷ്ടമുള്ള ഹോബികൾ. ആത്മാവ് പോഷിപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ ആത്മവിശ്വാസവും ശാന്തിയും ഉള്ളവരാകും. നമ്മുടെ ജീവിതം നമ്മുടെ ചിന്തകൾ ഉണ്ടാക്കുന്നതാണ്. സ്വയം നിക്ഷേപിക്കുക. ശാന്തതയും സമാധാനവും വളർത്തുക. ഇന്ന് ലോകം വളരെ വേഗത്തിലാണ്. ഏതു നിമിഷവും നെഗറ്റീവ് വികാരങ്ങൾ വരാം. അതുകൊണ്ട് ശാന്തതയും ആത്മനിയന്ത്രണവും വളരെ പ്രധാനമാണ്. സ്ട്രെസ് ഉള്ള ഒരു ദിവസം സങ്കൽപ്പിക്കുക. ലേറ്റ് മീറ്റിംഗിൽ എല്ലാവരും അപ്രിയമായി നോക്കുന്നു. അപ്പോൾ പ്രതികരിക്കാൻ തോന്നും. പക്ഷേ ശ്വാസമെടുത്ത് ഒരു നിമിഷം നിശബ്ദനാകുക. ശാന്തമായി ചിന്തിച്ച് മറുപടി പറയുക. നിങ്ങളുടെ ശാന്തത മറ്റുള്ളവരെ ആകർഷിക്കും. നിശബ്ദത ശക്തിയുടെ ലക്ഷണമാണ്. അത് സ്വയം ചിന്തിക്കാൻ സഹായിക്കുന്നു. ശാന്തത വളർത്തിയാൽ മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനവും സ്നേഹവും ലഭിക്കും. നിങ്ങളുടെ സമയത്തിന് മൂല്യം കൊടുക്കുക. സമയം ഏറ്റവും വിലപ്പെട്ടതാണ്. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടില്ല. സമയം ശരിയായി ഉപയോഗിക്കുന്നവരെ എല്ലാവരും ബഹുമാനിക്കും. അവരോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കും. സജീവമായി കേൾക്കുക. നല്ല ശ്രോതാവാണോ നിങ്ങൾ? സുഹൃത്ത് ഒരു പ്രശ്നം പറയുമ്പോൾ ഫോണിൽ നോക്കാതെ, അടുത്ത വാക്ക് ആലോചിക്കാതെ പൂർണ്ണമായി ശ്രദ്ധിക്കുക. ചില ചോദ്യങ്ങൾ ചോദിക്കുക. അവർക്ക് മനസ്സിലാക്കപ്പെട്ടതായി തോന്നും. അങ്ങനെ ആഴമുള്ള ബന്ധമുണ്ടാകും. സജീവമായി കേൾക്കുന്നത് വിനയത്തിന്റെ ലക്ഷണമാണ്. കേൾക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നു, മനസ്സും ഹൃദയവും വിശാലമാകുന്നു. ആജീവനാന്ത പഠനം സ്വീകരിക്കുക. ജീവിതം മുഴുവൻ പഠിക്കാനുള്ള മനോഭാവം വളർത്തിയെടുക്കുക. ഇത് വെറും ഉപദേശമല്ല, ജീവിതത്തിന്റെ അടിസ്ഥാന തത്വമാണ്. നിരന്തരം പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ അറിവ് വർദ്ധിക്കുന്നു. ലോകത്തെയും മനുഷ്യരെയും കുറിച്ച് ആഴത്തിലുള്ള ധാരണ വരുന്നു. പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാം വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ നിന്ന് നോക്കാനാണ്. ഓരോ വെല്ലുവിളിയെയും വളരാനുള്ള അവസരമായി കാണുക. പഠനം മാത്രമല്ല, നമ്മുടെ ശീലങ്ങളും സ്വഭാവവും രൂപപ്പെടുത്തുന്നു. ക്ഷമ, നന്ദി, സ്വീകാര്യത എന്നിവ വളരുന്നു. നിങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കൂടുതൽ വിലമതിക്കും. ആധികാരികത സ്വീകരിക്കുക. സത്യസന്ധത നിനക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും ശക്തമായ ആസ്തിയാണ്. നിന്റെ യഥാർത്ഥ സ്വഭാവം പ്രകടിപ്പിക്കുക. മറ്റുള്ളവർ ആവശ്യപ്പെടുന്നത് ചെയ്യാതെ, നിനക്ക് ഇഷ്ടമുള്ളതും നിന്നെ പ്രതിഫലിപ്പിക്കുന്നതും ചെയ്യുക. ഒരു ഗ്രാഫിക് ഡിസൈനർ ആയ പാട്രിക്കിന്റെ കഥ പോലെ, ആദ്യം മാർക്കറ്റ് ആവശ്യപ്പെടുന്നത് ചെയ്തപ്പോൾ പണം കിട്ടിയെങ്കിലും മനസ്സ് തൃപ്തിയില്ലാതിരുന്നു. പിന്നീട് സ്വന്തം ശൈലിയിൽ സൃഷ്ടിച്ചപ്പോൾ യഥാർത്ഥ വിലമതിപ്പും ബഹുമാനവും ലഭിച്ചു. ആധികാരികത നിന്നെ തനതായും മാറ്റാനാവാത്തതുമാക്കുന്നു. ആളുകൾ നിന്നോട് ആകർഷിക്കപ്പെടുകയും നിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുകയും ചെയ്യും. ഒരു നിഗൂഢത നിലനിർത്തുക. പുതിയ ആളുകളെ കാണുമ്പോൾ അവരുടെ ചെറിയ നിഗൂഢത ഞങ്ങളിൽ ജിജ്ഞാസ ഉണർത്തുന്നു. ഇത് മനുഷ്യ സ്വഭാവമാണ്. നിന്നെക്കുറിച്ച് എല്ലാം ഒറ്റയടിക്ക് തുറന്നു കാണിക്കാതിരിക്കുക. ചില കാര്യങ്ങൾ സ്വന്തമായി സൂക്ഷിക്കുക. ഇത് നിന്നിലുള്ള ജിജ്ഞാസ വർദ്ധിപ്പിക്കുകയും ആളുകൾ നിന്നോട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും.
നിന്നെ ഒരു തുറന്ന പുസ്തകമാക്കുകയല്ല, മറിച്ച് ഓരോ തവണയും പുതിയ പേജുകൾ കാണിക്കുന്ന ഒരു ആകർഷകമായ യാത്രയാക്കുക. ഇത് മറ്റുള്ളവരെ നിന്നിൽ നിന്ന് കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിക്കും. വിവേകപൂർവ്വം പെരുമാറുക. സോഷ്യൽ മീഡിയയിൽ എല്ലാം പങ്കുവയ്ക്കാൻ തോന്നുമ്പോഴും ചില കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനുള്ള ബുദ്ധി വേണം. എല്ലാ വിജയങ്ങളും പ്രശ്നങ്ങളും പ്ലാനുകളും എല്ലാവരോടും പറയേണ്ടതില്ല. നിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത് മാത്രം പങ്കുവയ്ക്കുക. ഇത് നിന്നെ സംരക്ഷിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. സ്വീകരണത്തിന്റെ കല സ്വീകരിക്കുക. മറ്റുള്ളവരിൽ നിന്ന് സഹായവും പ്രശംസയും സ്വീകരിക്കാൻ പഠിക്കുക. ഇത് ദൗർബല്യമല്ല, മറിച്ച് വലിയ ശക്തിയാണ്. നമ്മൾ എല്ലാവരും ഒന്നിച്ച് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ലഭിക്കുന്ന എല്ലാത്തിനും നന്ദി ഉള്ളവരാകുക. വിനയം വളർത്തുക. നമ്മൾ എല്ലാം അറിയുന്നവരല്ല. മറ്റുള്ളവരുമായുള്ള ബന്ധം ശക്തമാക്കുക. സ്വീകരിക്കുമ്പോൾ മറ്റുള്ളവരും കൊടുക്കാൻ കൂടുതൽ തയ്യാറാകുന്നു. ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. പ്രശംസ കേട്ടാൽ നന്ദി എന്ന് പറയുക. ആവശ്യമുണ്ടെങ്കിൽ സഹായം ചോദിക്കുക. വിമർശനം ഹൃദയത്തോടെ സ്വീകരിക്കുക. ഇത് നമ്മുടെ ജീവിതം സമ്പന്നമാക്കുകയും മറ്റുള്ളവരുമായി ആഴമുള്ള ബന്ധം ഉണ്ടാക്കുകയും ചെയ്യും. പ്രതിരോധശേഷിയും സഹനശക്തിയും വളർത്തുക. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് എന്താണെന്നും ഇല്ലാത്തത് എന്താണെന്നും വേർതിരിച്ചറിയാനാണ്. മറ്റുള്ളവരുടെ അഭിപ്രായം, സംഭവങ്ങൾ, പ്രശ്നങ്ങൾ ഇവയെല്ലാം നമ്മുടെ നിയന്ത്രണത്തിലല്ല, നമ്മുടെ പ്രതികരണം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ബുദ്ധിമുട്ടുകളെ ഭയപ്പെടാതെ നേരിടുക. ഓരോ പ്രതിസന്ധിയെയും വളരാനുള്ള അവസരമായി കാണുക. നിങ്ങൾ ശക്തനും സഹനശീലനുമായിരിക്കുമ്പോൾ ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങൾ അവരുടെ പ്രചോദനവും വഴികാട്ടിയും ആകും. ഇന്ന് നമ്മൾ ചില ശക്തമായ തന്ത്രങ്ങൾ പഠിച്ചു. ഇവ വെറും മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നത് മാത്രം മാറ്റുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ സ്വയം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതും ജീവിതത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതും മാറ്റാൻ സഹായിക്കുന്ന ചിന്തകളാണ്. ജീവിതത്തിൽ ഓരോരുത്തർക്കും സ്വന്തം പോരാട്ടങ്ങളുണ്ട്. ചില ദിവസങ്ങൾ നിങ്ങളെ തളർത്താം, ചില ആളുകൾ നിങ്ങളെ വിലകുറച്ച് കാണാം. പക്ഷേ പുറത്തെ ശബ്ദങ്ങളെക്കാൾ നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ വിശ്വസിക്കാനാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞ തന്ത്രങ്ങളിൽ ഏതാണ് നിങ്ങളെ കൂടുതൽ സ്പർശിച്ചത്? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നിങ്ങൾ ആദ്യം പ്രയോഗിക്കാൻ പോകുന്ന കാര്യം ഏതാണ്? കമന്റിൽ എഴുതൂ. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റൊരാൾക്ക് പ്രചോദനമാകാം. ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചെങ്കിൽ ഒരു ലൈക്ക് നൽകൂ. നിങ്ങളെപ്പോലെ വളരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ. ഇനി വരാനിരിക്കുന്ന ശക്തമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ഓണാക്കാനും മറക്കരുത്. നിങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. മുന്നോട്ട് പോകൂ. പഠിക്കൂ. പരിശ്രമിക്കൂ. നിങ്ങളുടെ ശാന്തതയും ആത്മവിശ്വാസവും തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം നടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.